ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാനിലേക്ക് 2 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മളിപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്കാണ് കേട്ടോ ഈ 2 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്ത് ഇത് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തിളയ്ക്കാനായിട്ട് ടൈം എടുക്കും. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് ചേർക്കാവുന്നതാണ്. അപ്പോൾ അത് ആ വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുക്കുന്ന അരിപ്പൊടിക്ക് പാകത്തിനായിട്ട് വേണം കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഒരു വെള്ളം നല്ലപോലെ തിളയ്ക്കണം കേട്ടോ, നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ആ മുളക് പൊടിയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ല, ഇതുപോലെ വേണം കേട്ടോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആദ്യം 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം ബാക്കി 1/2 കപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് നേരം വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് വേവിച്ച ഉരുളൻകിഴങ്ങ് ചേർത്ത് കൊടുക്കുക. 2 ഉരുളൻകിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് നല്ലപോലെ തന്നെ ഉടച്ചെടുക്കണം കേട്ടോ. ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇങ്ങനെ ഉടച്ചെടുക്കില്ല, ആ ഒരു രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുക്കുക. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് കൈവച്ചിട്ട് കുഴച്ചെടുക്കണം. ആ ഉരുളൻകിഴങ്ങിൽ എന്തെങ്കിലുമൊക്കെ തരി പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് തന്നെ കൈവച്ചിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അത് ആ കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്ന് നമ്മൾ കുറച്ച് മാവ് എടുത്തിട്ട് അത്യാവശ്യം ചെറിയ ബോൾസ്, നിങ്ങൾക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് നോക്കിയിട്ട് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അതാ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം. കയ്യിലേക്ക് ലേശം വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ട് ഇതുപോലെ വേഗം ആക്കിയെടുക്കുക കേട്ടോ. ഒരുപാട് നേരം ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് തന്നെ ഉരുളൻകിഴങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എല്ലാതും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കുറച്ച് ചെറിയ ബോൾസ് ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഓട്ടത്തട്ടുണ്ടല്ലോ അത് വെച്ച് കൊടുത്തിട്ട് അതിലൊരു വാഴയിലയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇത് വേവിച്ചെടുക്കുന്നത്. വാഴയിലയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ, അങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം. ഒരു 10-15 മിനിറ്റോളം നമ്മളിത് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ആ ബോൾസൊക്കെ ഒന്നുകൂടെ ഒന്ന് വീർത്ത പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ഇനി ഇതിലേക്ക് നമുക്ക് താളിക്കാനായിട്ടുള്ള സംഭവം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ലേശം കടുക് ഇട്ട് കൊടുക്കുക. ഓയിലിന് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ. കടുക് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ പരിപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാ കറിക്കൊക്കെ എടുക്കുന്ന ആ ഒരു പരിപ്പാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്, തൊലിയില്ലാത്ത ഉഴുന്നുണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കാനായിട്ട്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പച്ചമുളക് മാറിക്കിട്ടും. പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് സവാളയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. തേങ്ങ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത്, നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തേങ്ങ നല്ലപോലെ തന്നെ ഒന്ന് ബ്രൗൺ കളറായി വരുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവിയിൽ വേവിച്ചിട്ടുള്ള ഒരു ബോൾസ് ഉണ്ടല്ലോ അത് മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ബോൾസ് ഒന്നും ഉടയാത്ത രീതിയിൽ വേണം കേട്ടോ ഇളക്കിയെടുക്കാനായിട്ട്. ആ ഒരു തേങ്ങയൊക്കെ ഇതിൽ നന്നായിട്ട് പറ്റിപ്പിടിച്ചിരിക്കണം. ഒരു കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നല്ല സോഫ്റ്റാണ് കഴിക്കാൻ, അതുപോലെ തന്നെ ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറി പോലെ ആവശ്യമില്ല. കൂടി ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. Bye bye.